നമസ്കാരം. ഇന്ത്യ എന്ന മഹാശക്തി പുതിയ ചരിത്രം എഴുതുകയാണ്. 2025-26 സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തോടുകൂടി ഇന്ത്യ കണക്കിൽ ജപ്പാനെ പിന്നിൽ വെച്ച് ലോകത്തെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ എന്ന സ്ഥാനം നേടിക്കഴിഞ്ഞു. ഈ നേട്ടം നമ്മുടെ ജനങ്ങളുടെ ശക്തിയും ദീർഘകാല പദ്ധതികളുടെയും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ സമഗ്ര സാമ്പത്തിക ഫോർമുലകളുടെയും ഫലമായി ചിത്രീകരിക്കാം. തുടർച്ചയായി ഉയർന്ന വളർച്ചാ നിരക്കിന് പിന്നാലെയാണ് ജപ്പാനെ മറികടന്ന് ഇന്ത്യ ലോകത്തിലെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയത് എന്നാണ് കേന്ദ്ര സർക്കാർ അറിയിക്കുന്നത്. പ്രതീക്ഷിച്ചതിലും വേഗത്തിലാണ് ഇന്ത്യയുടെ സാമ്പത്തിക കുതിപ്പ്. വൈകാതെ തന്നെ 3ാം സ്ഥാനത്തേക്ക് ഇന്ത്യ എത്തുമെന്നാണ് കരുതപ്പെടുന്നത്. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ വർഷാവസാന സാമ്പത്തിക അവലോകന റിപ്പോർട്ടിലെ കണക്കുകൾ പ്രകാരമാണ് ജപ്പാനെ പിന്തള്ളി ഇന്ത്യ 4ാം സ്ഥാനത്തെത്തിയത്. നിലവിലെ സാഹചര്യം തുടരുകയാണെങ്കിൽ അടുത്ത 3 വർഷത്തിനുള്ളിൽ ജർമ്മനിയെയും മറികടന്ന് ഇന്ത്യ ലോകത്തെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനം ഏകദേശം 4.18 ട്രില്യൺ ഡോളറിലെത്തിയതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 2030ഓടെ ഇത് 7.3 ട്രില്യൺ ഡോളറായി ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതോടെ അമേരിക്കയ്ക്കും ചൈനയ്ക്കും പിന്നിൽ ലോകത്തെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറും. 2025-26 സാമ്പത്തിക വർഷത്തിന്റെ 2ാം പാദത്തിൽ ഇന്ത്യയുടെ GDP വളർച്ച 8.2%. ഇത് കഴിഞ്ഞ 6 പാദങ്ങളിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രോണിക്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ കരുത്തിൽ കയറ്റുമതി മേഖലയും വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. IMF പ്രവചിക്കുന്നത് അടുത്ത വർഷത്തോടെ ഇന്ത്യ ഔദ്യോഗികമായി ജപ്പാനെ മറികടക്കുമെന്നാണ്. അതായത് അമേരിക്കയും ചൈനയും ജർമ്മനിയുമാണ് ഇന്ത്യക്ക് മുന്നിൽ ഇനിയുള്ളത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രാജ്യത്തിന്റെ വളർച്ചാ പ്രവചനം 7.3% ഉയർത്തിയിട്ടുണ്ട്. ആഗോളതലത്തിൽ വ്യാപാര മേഖലയിൽ അനിശ്ചിതത്വം നിലനിൽക്കുമ്പോഴും ഇന്ത്യയിലെ ആഭ്യന്തര ആവശ്യകതയും ഉപഭോഗവും വർദ്ധിച്ചതാണ് പ്രധാനമായും വളർച്ചയ്ക്ക് കാരണമായത്. ഉയർന്ന വളർച്ചയും കുറഞ്ഞ പണപ്പെരുപ്പവും നിലനിൽക്കുന്ന അപൂർവമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഇന്ത്യ ഇപ്പോൾ കടന്നു പോകുന്നത്. സുശക്തമായ കോർപ്പറേറ്റ് ബാലൻസ് ഷീറ്റുകൾ, മികച്ച ക്രെഡിറ്റ് ഒഴുക്ക്, സാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്നിവ ഇന്ത്യയുടെ അടിത്തറ വർദ്ധിപ്പിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികമായ 2047ഓടെ ഉയർന്ന ഇടത്തരം വരുമാനമുള്ള രാജ്യമെന്ന പദവി കൈവരിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഇന്ന് ഇന്ത്യയുടെ ആകെ സമ്പദ് വ്യവസ്ഥ 4.18 ട്രില്യണായി കണക്കാക്കപ്പെടുന്നു. ഇതിലൂടെ ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥയെ കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യ മുന്നിൽ തുടരുന്നു. ആഗോളതലത്തിൽ മൂല്യവൽക്കരിച്ചുള്ള GDP അടിസ്ഥാനത്തിൽ US, ചൈന, ജർമ്മനി എന്നിവയ്ക്ക് ശേഷമാണ് ഇപ്പോഴുള്ള ഇന്ത്യയുടെ റാങ്ക്. ഈ നേട്ടം ഒരു ക്ലൈമാക്സ് അല്ല, ഇന്ത്യയുടെ ദീർഘകാല വളർച്ചയുടെ വിജയഗാഥയുടെ തുടർച്ചയാണ്. കഴിഞ്ഞ ഒരു ദശകത്തിൽ തന്നെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ അതിശക്തമായ വളർച്ച നേടിയിട്ടുണ്ട്. 2014-15 10ാം സ്ഥാനത്തായിരുന്ന ഇന്ത്യക്ക് ഇന്ന് 4ാം സ്ഥാനത്താണ് സ്ഥാനം. ഇത് ഏകദേശം 12-13 വർഷത്തിനുള്ളിലെ വമ്പൻ വളർച്ചയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വം ഈ വളർച്ചയുടെ പ്രധാന സ്തംഭങ്ങളിൽ ഒന്നാണ് എന്ന് പറയാതെ വയ്യ. 2014 അധികാരത്തിലെത്തിയ ശേഷം അദ്ദേഹം ആഹ്വാനം ചെയ്ത ആത്മനിർഭർ ഭാരത് സന്ദേശം, ബിസിനസ് സൗഹൃദ നയങ്ങൾ, ഡിജിറ്റൽ മേഖലയിലെ നവീകരണം, വൻ യന്ത്ര വ്യാപ്തി പദ്ധതികൾ തുടങ്ങിയവ നിരവധി തീരുമാനങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ശക്തമായ പിന്തുണ നൽകിയ കാരണങ്ങളാണ്. മോദി സർക്കാർ വിഭവസമ്പന്ന ഉപഭോക്തൃ വിപണിയുടെ വളർച്ച, സാക്ഷ്യമായ ആഭ്യന്തര ഉപഭോഗം സമ്പദ് വ്യവസ്ഥയെ ശക്തമാക്കി. നയപരിഷ്കാരങ്ങൾ വഴി വ്യവസായ സ്ഥാപനങ്ങൾക്ക് വളരാൻ അവസരമൊരുക്കി. വിദേശ നിക്ഷേപം വർദ്ധിച്ചതും ക്രെഡിറ്റ് സ്ട്രീമിംഗ് മെച്ചപ്പെട്ടതുമാണ് മാറ്റങ്ങൾക്കിടയുണ്ടാക്കിയ പ്രധാന ഘടകങ്ങൾ എന്ന് വേണം പറയാൻ. UPI പോലുള്ള ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങളുടെ വലിയ വ്യാപ്തി, സ്റ്റാർട്ടപ്പ് മേഖലയുടെ വളർച്ച തുടങ്ങിയ വഴി ഇന്ന് ഇന്ത്യ ആഗോള ടെക് വളർച്ചാ കേന്ദ്രങ്ങളിൽ ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് 2025-26 ശാക്തീകരിക്കുകയും നേട്ടം 8.2% വരെ ഉയർന്നിട്ടുള്ളത് ഈ വളർച്ചയുടെ ശക്തിയെ വ്യക്തമാക്കുന്നു. ലോകത്തിലെ മറ്റ് ശക്തികളായ US-നെയും ചൈനയുടെയും വളർച്ചാ നിരക്കിനൊപ്പമുള്ള താരതമ്യത്തിൽ ഇന്ത്യ മികച്ച നിലയിൽ തുടരുന്നു എന്നതാണ് വാസ്തവം. ജപ്പാനെ കഴിഞ്ഞ് ഇനി ഇന്ത്യയുടെ വലിയ ലക്ഷ്യം ജർമ്മനിയാണ്. അടുത്ത 2 അല്ലെങ്കിൽ 3 വർഷത്തിനുള്ളിൽ അതിനെയും മറികടക്കുമെന്ന് ഉറപ്പുണ്ട്. ഇതിലൂടെ വലിയ 3 ആഗോള സമ്പദ് വ്യവസ്ഥകളിലേക്ക് ഇന്ത്യ ഉയരുമെന്ന് ഉറപ്പാണ്.